ഇന്ന് മരുഭൂമിയിലെ ഓറഞ്ച് തോട്ടം കാണാൻ പോവാണ്. വണ്ടി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക, സാധനം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. റിയാദിൽ നിന്നൊരു 180 കിലോമീറ്റർ അപ്പുറത്ത് ഹരീക്ക് എന്നാണ് പറയുക, ഹരീക്ക്. അപ്പോൾ ഹരീക്കിൽ ഈ സമയത്ത് ഒരു 1 വീക്ക് ഒരു ഓറഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഓറഞ്ച് ഫെസ്റ്റിവലിൽ ഓറഞ്ച് കാണാനും ഓറഞ്ച് തിന്നാനും അവിടുത്തെ കാര്യങ്ങൾ അറിയാനും പോവാണ്. പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ഹരീക്ക്. ചുറ്റും മലകളൊക്കെ നിറഞ്ഞിട്ടുള്ളത്. അതിൽ ഈ ഓറഞ്ച് തോട്ടം ഭയങ്കര രസമാണ് അവിടുത്തെ. ഞാൻ ഒരു പ്രാവശ്യം പോയി കാണാൻ പോയിട്ടൊരു 10 കൊല്ലം മുമ്പാണ്. അപ്പോൾ എല്ലാം ലോഡായി വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് ബാക്കി ടീമൊക്കെ ബാക്കിലുണ്ട്. ബാക്കി ഓറഞ്ച് തോട്ട വിശേഷങ്ങൾ അടിച്ചു പൊളിച്ച് കാണാം. നമ്മൾ അരീക്കിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ മലകളൊക്കെ കാണാം. സിംഗിൾ റോഡാട്ടോ, പുതിയ റോഡാണ്. അരീക്കിലുള്ള പ്രത്യേകതരം മലകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ടൗണിൻ്റെ ഇവിടെ ടൗണിൻ്റെ വരാൻ നാം അരിക്കെത്താനായി 10-15 കിലോമീറ്റർ ഉള്ളൂ ബാക്കി. പഴയ ബിൽഡിംഗ് ആട്ടോ, ചെറിയ കൊച്ചു ടൗൺ നാം. പ്രത്യേക തരത്തിലുള്ള മലനിരകളാണ്. കാരക്കത്തോട്ടമുണ്ട്, ഓറഞ്ച് തോട്ടമൊക്കെ കണ്ടു തുടങ്ങി. ഓറഞ്ച് മരങ്ങളുണ്ട് അവിടെ. ഇവിടെയൊക്കെ കാരക്കത്തോട്ടങ്ങളാണ്. ഡേറ്റ്സ് ഫാംസ്. ഇപ്പുറത്തെ മലകളുണ്ടോ, അടിപൊളിയാട്ടോ. ഷേപ്പിലുള്ള ബോർഡുകൾ കംപ്ലീറ്റ് അറബിയിൽ ഉണ്ടാവുള്ളൂ. ഓറഞ്ച് കണ്ടു കേട്ടാ. ഓറഞ്ച് അറിഞ്ഞാൽ എല്ലാത്തിനും പോലും ഓറഞ്ചാണ്. അരിക്കെത്തിയൊരു തോട്ടത്തിലോട്ട് കയറിയാണ് ഓറഞ്ച്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ നാസർ അൽ ഖസ്റാൻ ഫാമിലിയുടെ ഗ്രീൻ ഫാമാണിത്. അടിപൊളി അറേഞ്ച്മെൻ്റാണ്. ഓറഞ്ച് മരം കാണും ചുറ്റും. കൂടാതെ ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഓറഞ്ച് മാത്രമല്ല കേട്ടോ, വിവിധതരം സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേ സംഭവങ്ങൾ മനസ്സിലായത്. എല്ലാം കാണാൻ വാ. സംഭവം അടിപൊളിയാണ്. ഇവിടെ ബോർഡുണ്ട്, മർഹബ ബിക്കും എന്നുള്ള സ്വാഗതം. 10 കൊല്ലം മുമ്പ് വന്നതിനെക്കാട്ടി എത്രയോ മാറിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ 2 സൈഡൊക്കെ നല്ലോണം അറേഞ്ച് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തരം ഫ്രൂട്ടിനുണ്ട്. ഇപ്പം വലിയൊരു കാക്ടസിൻ്റെ മരം ഉണ്ട് കേട്ടോ. തക്കാളിയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഓറഞ്ചല്ല, തക്കാളി. ഓറഞ്ച് അപ്പുറത്തുണ്ട്. വാഴ, പലതരം വാഴ ഉണ്ട് കേട്ടോ. വാഴ സൗദിയിൽ കാണാൻ സംഭവമാണ്. ഇവിടെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. വാഴ പലതരം ഉണ്ട്. വാഴ കൃഷി അടിപൊളി തോട്ടോട്ടം. എന്തായാലും ഓറഞ്ച് റോഡൊക്കെ ഇടക്കുന്നുണ്ട് കേട്ടോ. ഓ, സൗദി അറേബ്യൻ്റെ വാഴക്കൊല കണ്ടു. വാഴ വലിയ ഹൈറ്റില്ല കേട്ടോ, ചെറിയ മരം ഉണ്ടോ, അത്ര വലിയ ഹൈറ്റില്ല. അപ്പോൾ ഞാൻ വാഴ ഇദ്ദേഹത്ത് കൂടെ കണ്ടേ, വാഴക്കൊല താഴത്താക്കണം. അവളോട് വാഴൻ്റെ ഏകദേശം ഇത്ര വലിപ്പമുള്ളൂ.
ഓറഞ്ച് തൂങ്ങിക്കണ്ട, നല്ല അടിപൊളി ഓറഞ്ചാണ് കേട്ടോ. ചെറുനാരങ്ങ മരമാണ് ഈ മരം. മറ്റത് ഇത് ഓറഞ്ചാണ്ട് ഇവർ മറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫെൻസിങ് അടിച്ചിട്ടുണ്ട്. ഇതിൽ ഫെൻസിങ് ഇല്ല, ചെറുനാരങ്ങയാണല്ലോ. ഇത് നമ്മളെ നമ്മളെ നാട്ടിൽ പുറത്തേക്കാൾ എന്ന് പറയും. ഇവിടെ പുറത്തേക്കാൾ ഓറഞ്ച് തന്നെയാണ്. പിന്നെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഈജിപ്ഷ്യൻ ഓറഞ്ച് ഉണ്ടല്ലോ, പൊളിച്ചിടാൻ പറ്റില്ല, അതിൻ്റെ മരമുണ്ട്. കുറേ ഉണ്ടായിരിക്കുന്നുണ്ട്. ഇത് പൊളിച്ചിടുന്ന ഓറഞ്ചാണ്, പഴുത്ത് വരുന്നേ ഉള്ളൂ, ആയിട്ടില്ല, വിളവെടുക്കാനാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇവരൊക്കെ കുടിക്കാൻ നല്ല വെള്ളം കൂജയിൽ വെച്ചിട്ടുണ്ട്. ചെറിയ കൂജ കേട്ടോ. ഗ്ലാസ് ഉണ്ട്, മണ്ണിൻ്റെ ചട്ടിയുള്ള ഗ്ലാസ് ഉണ്ട്. താഴത്ത് കൂജയിൽ പൈപ്പ് വെള്ളം എടുത്ത് കുടിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ ഇവിടെ മാൻ വളർത്തുന്നുണ്ട് അവർ. ഇതാ അവിടെ മയിലും ഉണ്ട്. വലിയൊരു ശേഖരം പ്രാവുണ്ട് കേട്ടോ. പ്രാവുകൾ, പപ്പായ കൃഷിയുണ്ട്, ഈത്തപ്പന നിറച്ചുണ്ട്, ഇടയിൽ ഓറഞ്ചുണ്ട്, അത്തിപ്പഴമുണ്ട്. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വരുന്ന ആൾക്കാർക്ക് ഒരാഴ്ച ഇവിടെ ഒരു ഓറഞ്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് എല്ലാവിധ അറിയുന്നുണ്ട്. ചായ, ഭക്ഷണം എല്ലാം ഇവിടെ നിന്ന് കിട്ടും. ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടില്ല. ഇത് അത്തിപ്പഴത്തിൻ്റെ മരമാണ്. വാഴക്കുല, വാഴ ഇഷ്ടം പോലെ, പക്ഷെ വാഴ വഴുപ്പില്ല കേട്ടോ. ചെറിയ വാഴ കണ്ടോ, വാഴ വലുപ്പം കണ്ടില്ലേ? അതിന് മുകളിൽ പക്ഷെ കൊല ഉണ്ട്, അതാണ് പ്രത്യേകത. പപ്പായ ഇതായിരിക്കുന്നത് ഇതിങ്ങനെ പ്രത്യേക രസം, അടിപൊളി. പിന്നെ ഈ ഒരു തണുപ്പ് കാലത്ത് ഇവിടെ ഇപ്പം ജനുവരിയിൽ ഈത്തപ്പഴം ഉണ്ടാവില്ല, പക്ഷേ ഒരു എന്തോ ഭാഗ്യമുണ്ട് നമുക്ക്. ഒരു ഈ മരത്തിൽ മാത്രം, എല്ലാ മരം കാലിയാട്ടോ, ഈത്തപ്പഴം ഇല്ല, പക്ഷേ ഈ ഒരു മരത്തിൽ മാത്രം അതാ കിടക്കുന്നു ഈത്തപ്പഴം. ഇവിടെ ഉച്ചസമയത്ത് എത്തുന്നവർക്കൊക്കെ ഭക്ഷണം ഫ്രീ ആണ് കേട്ടോ. മന്തി, ഒട്ടകമന്തിയും അതുപോലെ ആടുമന്തിയൊക്കെ ആയിട്ട് ഫ്രീ ആണ്. അതുകൂടാണ്ട് ബാക്കി വരുന്ന സമയത്തുള്ളവർക്കൊക്കെ ചായ, കാരക്ക, കാവ, ബിസ്ക്കറ്റ്, അത് ഐറ്റംസ് എല്ലാം അവിടെ ഫ്രീ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും പോയിട്ടില്ല, കാരണം സമയമില്ല, കുറച്ച് ലേറ്റായിപ്പോൾ ഞങ്ങളെത്താൻ. അപ്പം അതുകൊണ്ട് വലിയ സംഭവമാണിത്. ഇവിടെ നമ്മൾ സാധാരണ വാഴ, വലിയ വാഴ ഉണ്ട്, അതിൽ കൊല ഉണ്ടായിട്ടുണ്ട്. ബാക്കിയൊക്കെ ചെറിയ ചെറിയ വാഴകളാണ് കേട്ടോ. മുട്ടുകാലത്ത് വലിപ്പമേ ഉള്ളൂ, കണ്ടോ. അപ്പം അങ്ങനെ പോകുമ്പോൾ അത്തിപ്പഴത്തിൻ്റെ മരം കണ്ടു. അത്തിപ്പഴം ഉണ്ടായി കിടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചതാ. ഇതാണ് അത്തിപ്പഴം ഉണ്ടായിക്കൊണ്ടായിരുന്നു. മുഴുവൻ എന്താ വലിയ അത്തിപ്പഴമാണ്, അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ആ പത്തിപ്പഴം കണ്ടു, ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയാം, മരത്തിലുണ്ടാകും, കുറേ എണ്ണം ഉപയോഗിക്കാനും പറ്റില്ല, കേടുന്നു. ഇതിങ്ങനെ കൊമ്പിൻ്റെ മുകളിലുണ്ടാകും, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇപ്പം എൻ്റെ സീസൺ ആകുന്നുണ്ട്, ഇപ്പോൾ സുലഭമായിട്ട് കിട്ടാണ്ട്, മാർക്കറ്റിൽ കിട്ടാണ്ട്. അപ്പം മസറ ഖുദറിൻ്റെ ഫുഡ് കോർട്ടാണിത്. ഇവിടെയാണ് എല്ലാവരും ചുറ്റും നിന്ന് ഭക്ഷണം കഴിക്കുന്നതും അവരുടെ ഇവിടുത്തെ എല്ലാ ഫുഡ്സും ഡിസ്പ്ലേ ചെയ്തിരിക്കാൻ ഇവിടെ തന്നെയാണ്. ഇതൊക്കെ തോട്ടത്തിലെ കായ്ഫലങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ ഓറഞ്ച് ഫെസ്റ്റിവൽസ് പ്രമാണിച്ചിട്ട് വരുന്ന ടൂറിസ്റ്റിനെ ഇവർ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ്. ഇവരുടെ ടൂറിസ്റ്റിന് വേണ്ടി ഇവിടെ ഇവർ ചായ, കാവ, ഭക്ഷണമൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. നല്ല വൃത്തിയുള്ള ബാത്റൂം, പിന്നെ ഒന്നും പറയാനും ഒന്നും കുറക്കാനും ഇല്ല, അടിപൊളി സംഭവമാണ്. നമുക്ക് ചായ ഇവിടുന്ന് ഓറഞ്ച് കഴിക്കാം, ചായ കുടിക്കാം. ഒരു അവതരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇന്ന് ചായ, കാവുപൊടി ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് ഓറഞ്ച് കിട്ടി. ഓറഞ്ച് പറിച്ചാണ്, ഇതാ ഓറഞ്ച് പൊളിച്ചിട്ടാണ്. ഞങ്ങൾക്ക് നോക്കട്ടെ ടേസ്റ്റ്. പൊളിച്ച് പോയപ്പോൾ കൂടിയിട്ട് ഒറ്റ കൈ കൊണ്ടല്ലേ, അതുകൊണ്ട് എന്തായാലും തിന്ന് പോയിട്ട് പറയട്ടെ. ഓറഞ്ച് നടത്തുന്നൊരു വീഡിയോ എടുത്താണ്
ഓറഞ്ച് തൂക്കിടക്ക് നിൽക്കുന്ന ഒരു രസമാണല്ലോ. എപ്പോഴും കാണാൻ പറ്റുന്ന കഥയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, വയനാട്ടിലൊക്കെ. പക്ഷേ ഇതിവിടെ സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇനി ഇവിടെ ഓറഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്ന അരീക്ക് മുനിസിപ്പാലിറ്റിയുടെ ഗ്രൗണ്ടിലേക്ക് പോവാണ്. അവിടുത്തെ കാഴ്ചകൾ അടുത്ത് കണ്ടു തുടങ്ങാം നമുക്ക്. ഇവിടുത്തെ മലകളുടെ പ്രത്യേകത കണ്ടില്ലേ, ഇങ്ങനെ ഇവിടുത്തെ മലകളുണ്ടാകാം. കാരക്കാമരത്തിൻ്റെ ഇടയിൽ കൂടെ ഡേറ്റ്സ് ഫാമിൽ വേറെ ഒരു ഇടക്കൃഷി ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഹരീക്കിന് പ്രത്യേകിച്ച് ഹരീക്കിൽ വേണ്ടി ചെയ്യുന്നത് ഓറഞ്ചാണ്. അപ്പം ഇത് കംപ്ലീറ്റ് ഇത് വേറൊരു തോട്ടമാണ്. പഴയ രീതിയിലുള്ള മതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മതിലുണ്ടല്ലോ, കണ്ട മതിൽ. ഇത് ഈത്തപ്പഴൻ്റെ ഓല വെച്ചിട്ട് മണ്ണും തേങ്ങി ഉണ്ടാക്കുകയാണ്. ഒരു പഴയ വീട് കംപ്ലീറ്റ് ഇങ്ങനെ ആയിരുന്നു. ഇതാണ് ഹരീക്കിലെ ഓറഞ്ച് ഫെസ്റ്റിവലിൻ്റെ ഗ്രൗണ്ടാണ്. ഞങ്ങളോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇതിൻ്റെ ഗേറ്റാണ്. എന്തായാലും പോയി ഉള്ള കാഴ്ച കണ്ടേ. എന്നാലും ഇപ്പോൾ നമ്മൾ നേരത്തെ ഓറഞ്ച് ഫാം വിസിറ്റ് ചെയ്തല്ലോ, ബാക്കിയൊക്കെ ഇവിടെ നിന്ന് കാണാം. അപ്പോൾ ഇത് വലിയ സംഭവമാണ് ഇവിടെ ഓറഞ്ച് ഫെസ്റ്റിവൽ. കുറേ സ്റ്റാളുകളുണ്ട്, കുറേ പഴയ വണ്ടികളുണ്ട്. ഞാനെല്ലാം കാണിച്ചു തരാം. അപ്പം ഈ ഹരീക്കിലെ ഓറഞ്ച് ഫെസ്റ്റിവൽ ഭയങ്കര സംഭവമാണ്. കണ്ടമാനം സ്റ്റാളുകളുണ്ട്, വലിയ ഗ്രൗണ്ടാണ്. പല പല ഓറഞ്ചിൻ്റെ വിഭവങ്ങളും ചിത്രങ്ങളൊക്കെ ഉണ്ട്. എന്നൊക്കെ വേറൊരു കാഴ്ച, ഇതിന് നേരെ മുകളിൽ കൂടെ കാണുന്ന മല ഉണ്ടോ? ആ സൂപ്പർ അല്ലേ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനത്തെ മലകളെ ചുറ്റപ്പെട്ട സ്ഥലമാണ് ഈ ഹരീക്ക് എന്ന് പറയുന്നത്. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഇവിടെ ട്രഡീഷണൽ വിഭവമായിട്ടുള്ള ഗാവ എല്ലാവർക്കും ഗഹാവ എല്ലാവർക്കും ഇവിടെ ഫ്രീ ആയിട്ട് ഇതിൻ്റെ വകയായിട്ട് കൊടുക്കുകയാണ്. അത് കുടിക്കാണ്ട് നിറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ ചുറ്റും. അപ്പം ഞാനും ഇവിടെ ഇരുന്നു ഗാവ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹരീക്ക് മുനിസിപ്പാലിറ്റിൻ്റെ ഓറഞ്ചിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചാണ്, വേറെ ഒന്നുമല്ല. ഓ, ഇത് റോൾസ് റോയ്സിൻ്റെ കാറാണ് കേട്ടോ. പഴയ റോൾസ് റോയ്സിൻ്റെ വണ്ടിയാണ്. സൂപ്പർ. റോൾസ് റോയ്സിൻ്റെ മോഡലിൻ്റെ പേര് കോർണിഷ് കേട്ടോ. അടിപൊളി വണ്ടി. എന്താ അതിൻ്റെ ഉള്ളിലൊക്കെ. അടിപൊളി സൂപ്പർ, ഒന്നും പറയാനില്ല. വലിയ ടയറായിട്ടുള്ള, നാട്ടിൽ കണ്ടാൽ മറ്റേ മോഡിഫിക്കേഷൻ ചാർജ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ചാർജിൻ്റെ വണ്ടിയാണ്. അതുപോലെ മുമ്പിൽ ഇതായിട്ട് വിഞ്ചൊക്കെ ഉണ്ട്, വണ്ടിക്ക് കുടിക്കാൻ വയ്ക്കാനുള്ള. മരുഭൂമി പോണ വണ്ടിയാണ്. നല്ല ഹൈറ്റ് ഉണ്ട്. പ്രത്യേക വണ്ടി അല്ലേ. അത് കഴിഞ്ഞ് അടുത്തത് മെർക്കുറീൻ്റെ വണ്ടിയാണ്. ഇത് തന്നെ പിക്കപ്പ് പോലത്തെ വണ്ടിയൊക്കെ പഴയ വണ്ടിയാണ്. 4 വീൽ ഡ്രൈവ് ആണ്, പഴയ പിക്കപ്പാണ് കേട്ടോ. അടുത്ത് കാണുന്നത് ഇവിടെ ഷവർലേൻ്റെ അതുപോലെ തന്നെ 4 വീല്. മാഷാ സൂപ്പർ. നല്ല നീല കളറ്. സ്റ്റിയറിംഗ് കണ്ടില്ലേ. ഇത് കാഡിലാക്കിൻ്റെ. ഓ, ഇത് അടിപൊളി വണ്ടി കേട്ടോ. അമ്മച്ചി സൂപ്പർ. വാവ്, ഇതിൻ്റെ ബാക്കൊക്കെ സൂപ്പറാണ് കേട്ടോ. കാഡിലാക്ക്. ഇതൊക്കെ ഇവിടെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഒരു ലോക്കലായിട്ട്. ഇത് ഈ പാലുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു പുളിയാണ് സംഭവം. ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നെയ്യിൽ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ്, അങ്ങനെ പല സാധനങ്ങളൊക്കെ കിട്ടും. ഞാൻ വേറെ കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ എല്ലാവരും കിട്ടുന്ന കാരൊക്കെ വെച്ചാൽ അറിയാമല്ലോ, ഉണങ്ങിയിട്ടുള്ള സാധനം. ഇവിടെ ആ സാധനം കാണില്ല. ഇവിടെ ആരും സാധനം തിന്നില്ല. ഇവിടെ എല്ലാം തിന്നുക ഈ ടൈപ്പിലുള്ള സാധനം തിന്നുള്ളൂ. നമ്മളായിട്ട് വിലയില്ല. ഇതേ ഇവിടെ ആൾക്കാർ തിന്നുള്ളൂ. ഇതാണ് ഭയങ്കര വലിയ സാധനം. നാട്ടിൽ കിട്ടുന്നതിന് ഡബിൾ 3-4 വിലയാണ് ഇത്. ഇവിടെ കണ്ടു. ഇവിടെ എല്ലാ ആൾക്കാരും ഇങ്ങനത്തെ തിന്നുള്ളൂ. അല്ല ഡ്രൈ ആയിട്ടുള്ള കാരൊക്കെ ഉണ്ടാകില്ല. അത് ഇങ്ങനെ പാക്കിലെ വരിക സാധനം, ഇതുവരെ വരിക. ഇതാണ് ഇവിടെ അറബിയിലെ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാം. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ഓറഞ്ച് വിൽക്കുന്നതാണ്. ഇത് ഓറഞ്ചാണ് അറിയാലോ. ഇത് ഇവിടെ ചെറുനാരങ്ങ കേട്ടോ. ഏകദേശം ഓറഞ്ച് ചെറുനാരങ്ങ ഏകദേശം ഒരേ വലുപ്പം വയ്ക്കും കണ്ടോ. രണ്ട് ഒരേ വലുപ്പം ഉണ്ടാകുക. വലിയ ചെറുനാരങ്ങ ഉണ്ടാകും ഇവിടെ. അപ്പം ഇത് നമ്മളെ മുസമ്പി, സാധാരണ മുസമ്പി നമ്മളവിടെ പുറത്തുക്കാന്ന് പറഞ്ഞ് പോക്കുന്ന സാധനങ്ങൾ. പിന്നെ ഇത് നമ്മളെ ബബ്ലൂസ് നാരങ്ങ. ഇത് അത്തിയാണ്. ഇതൊക്കെ എല്ലാം ഇവിടുത്തെ പ്രൊഡക്ഷനാണ് കേട്ടോ. നല്ലൊരു സ്റ്റാളാണ് ഇതുവരെ ഇവിടുത്തെ ഫാമിൻ്റെ. തക്കാളി ഉണ്ടാക്കുകയാണ്, തക്കാളി.
അത്തിപ്പഴം കണ്ടോ വെച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ചെറിയ നാരങ്ങ കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനത്തെ തിന്നുകയത് ചെറിയ നാരങ്ങ. നമ്മളെ ഇതുപോലെ തന്നെ കയ്യിലെടുക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാരങ്ങയുടെ സാധനം ഇത് നമ്മൾ ഇങ്ങനത്തെ തിന്നുക. ഈ ബബ്ലൂസ് കൂടെ ഷേപ്പിലുണ്ടാണ്, പല ഷേപ്പാണ്. അന്നൊരു ഷേപ്പ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ഓറഞ്ച് കേട്ടോ. അതിൻ്റെ ഇത് ബബ്ലൂ സ്പെഷ്യലാണ്. ഇതും ഇവിടുത്തെ പ്രൊഡക്ഷനാണ് പപ്പായ. കളർ കുറവാട്ടോ. പിന്നെ ടേസ്റ്റ് നമുക്ക് അറിയാൻ വാങ്ങിയിട്ടില്ല. സ്ഥലം കൊണ്ടുവരാൻ വെക്കാൻ സ്റ്റാളിലേക്ക്. ചെറിയ നാരങ്ങ വേറെ വളരെ ചെറുതാണ്. 3-2 കിലോ നമുക്ക് എത്ര വലിപ്പമുള്ളൂ. ഇത് അതിലും ചെറുത്. മറ സൈർ. അപ്പോൾ ഈ ചെറിയ നാരങ്ങ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ട്. തിന്നാൻ പറഞ്ഞത് ഇന്ന് തൊട്ടെങ്ങനെ അങ്ങനെ തിന്നാനാ പറഞ്ഞത്. തോളൊക്കെ തിന്നാം. പുളിയാണ് കേട്ടോ. തോട് പുളി, ഉള്ളു മധുരമുണ്ട്. എല്ലായിടത്തും മുക്കാൻ നല്ല ഉണ്ട് ഇവിടെ. ഉള്ളത്തി മധുരം കേട്ടോ. പുറത്താ ഇതുള്ളൂ, പുളിയുള്ളൂ. സമയം ഇപ്പോൾ 6 മണി. ഇവിടെ ഈ ഓറഞ്ച് എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും തിരക്കാനുണ്ട് ജനങ്ങളെ. ചുറ്റും കണ്ടതിന് പല പല ഇതായിട്ട് കുറേ സ്റ്റാളുകളും ഭക്ഷണം, ഫുഡും, പിന്നെ ഇപ്പോൾ നേരത്തെ കണ്ടല്ലോ ഓറഞ്ചിൻ്റെ കുറേ വിഭവങ്ങൾ. പല ടൈപ്പിലുള്ള ഓറഞ്ചൊക്കെ ഇവിടുത്തെ കൃഷികളാണ് മുഴുവൻ. പിന്നെ ഇതൊരു കോഫി ഷോപ്പാണ്. പിന്നെ അതിനകത്തും ഓരോ എക്സിബിഷൻ ഹാളുകളാണ് പല പലയായിട്ട്. എന്തായാലും സംഭവം പോലെ തന്നെയാണ്. നല്ല ജനങ്ങളുണ്ട് ഇവിടെ, തിരക്കുമുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ടീ പോട്ടാണ് കേട്ടോ അത്. അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത്. പിന്നെയും ഗിന്നസ് വേൾഡ് റെക്കോർഡ് കോഫി ടീ പോട്ടിൻ്റെ ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ വന്നിട്ടുള്ള ആൾക്കാരാണ് എല്ലാം. ഇവിടെ ഞങ്ങൾ ടീമാണ് ഇതൊക്കെ. അപ്പം ഈ ഹരീക്ക് ലോണോട് ഇവിടെ പറയാണ്. ഹരീക്കിലെ ഓറഞ്ച് ഫെസ്റ്റ് കണ്ടു, അവിടുത്തെ ഓറഞ്ചിൻ്റെ തോട്ടം കയറി കണ്ടു. ഇനിയൊരു 5 ദിവസം കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടണമല്ലോ. അപ്പം എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.